പ്രൈസ് ഗോഡ്. കർത്താവിൻ്റെ പരിശുദ്ധനാമം നന്ദിയോടെ സ്തോത്രം ചെയ്ത് ഇന്നത്തെ ധ്യാനത്തിനായിട്ട് നമുക്ക് ആദ്യമായിട്ട് റോമാലേഖനം 8-ാം അധ്യായം 32-ാം വാക്യം വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായം 32-ാം വാക്യം. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? He who did not spare his own son, but delivered him up for us all, how shall he not with him also freely give us all things? Let's also look at Ephesians chapter 1 verse 3. Ephesians 1:3. Blessed be the God and the Father of our Lord Jesus Christ, who has blessed us with every spiritual blessing in the heavenly places in Christ. സ്വർഗ്ഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. The book of Ephesians is written by Paul between AD 60 and 63. It is intended to give the Christ-like maturity for believers as we live in this world. It is given us instruction how to conduct ourselves. It gives us it reveals many of the mysteries that was hidden in the Old Testament times. Chapter 1 through 3 introduces the principle with respect to God's accomplishment. In other words, what God has done in the church or within the world. The key verse is chapter 2 verse 8 through 10. For it is by grace you have been saved through faith, and this is not yourself. It is the gift of God, not by works, so that no one can boast. For we are God's workmanship, created in Christ to do good works, which God prepared in advance for us to pursue. In other words, Paul is telling the mystery or the fundamental Christian faith. In other words, we are not saved by our works. Our works are filthy rags. No matter what we do, no matter how much we do, no matter how much we give, no matter how our sacrifices we do, how much we fast or pray, it doesn't matter. Our salvation comes from God. By grace, we are saved it through faith. And now, the other thing is, even though we are not saved, not by work, but we are made, we are God's workmanship, created in Christ to do good works. In other words, after we are saved, we are supposed to do good works. ഇവിടെ വായിക്കുമ്പോൾ എഫേസ്യർ 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ സ്വർഗ്ഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തുവേശൻ നമ്മൾ അനുഗ്രഹിച്ച് വായിക്കുന്നു. ഈ എഫേസ്യ ലേഖനം പൗലോസ് അപ്പോസ്തലന് AD 60-നും 63-നും ഇടയ്ക്ക് എഴുതിയെന്ന് വിശ്വസിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു വേദനമാണ്. വളരെ മക്കൾക്ക് വായിച്ച് പഠിച്ച് ജീവിതത്തിൽ അനുകരിക്കാനുള്ളതായ വലിയ തത്വങ്ങൾ, വലിയ ആശയങ്ങൾ, വലിയ ഉപദേശങ്ങൾ അടങ്ങിയിരിക്കുന്നതാണ് ഈ എഫേസ്യ ലേഖനം. 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളിൽ വായിക്കുമ്പോൾ ഇവിടെ ദൈവസഭയെക്കുറിച്ചുള്ളതായ തത്വങ്ങൾ അവിടെ കാണുന്നു. അതിൻ്റെ പ്രത്യേകമായിട്ട് കാണാൻ സാധിക്കുന്നത് 2-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്ന, അതിനും പ്രവൃത്തികൾ നിങ്ങൾ കാണുന്നില്ല. ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ലോക മനുഷ്യർ പ്രവൃത്തികൾ കൊണ്ട്, നല്ല കർമ്മങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നിർവ്വാണം പ്രാപിക്കുവാനായിട്ട്, അല്ലെങ്കിൽ സ്വർഗത്തിൽ പോകാനായിട്ട് ചിന്തിക്കുമ്പോൾ ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. എന്തോ ചെയ്താലും, എന്തു പ്രവൃത്തികളും ചെയ്താലും കർത്താവിൽ വിശ്വസിക്കാതെ, കർത്താവിൻ്റെ കരങ്ങൾ തങ്ങളുടെ ജീവനെ സമർപ്പിക്കാതെ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെയും വെറും ശൂന്യമാണ്. എന്നിട്ട് ഇവിടെ പറയുന്നു, അവിടെ വായിക്കുന്നത്, നിങ്ങൾ അവൻ്റെ കൈപ്പണിയാണ് എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു മാസ്റ്റർ പീസാണ്. അത് എന്തിനാണ് മാസ്റ്റർ പീസായി നമ്മളെ ആക്കിയിരിക്കുന്നത്? അവന് വേണ്ടി നല്ല പ്രവൃത്തികൾ ചെയ്യാൻ. രക്ഷിക്കപ്പെട്ട ദൈവമക്കളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് നല്ല സൽപ്രവൃത്തികൾ ചെയ്യുക. എന്നാൽ സൽപ്രവൃത്തികൾ കൊണ്ട് നമ്മൾ രക്ഷിക്കപ്പെടുന്നില്ല.
4, 5 അധ്യായങ്ങൾ വായിക്കുമ്പോൾ അവിടെ സഭയാകുന്ന മർമ്മമാകുന്ന സഭയെക്കുറിച്ച് വായിക്കുന്നുണ്ട്. അവിടെ വായിക്കുമ്പോൾ പഴയ നിയമകാലത്തിൽ യഹൂദന്മാരെക്കുറിച്ച് അല്ലെങ്കിൽ ആവർത്തന പുസ്തകം 7 അധ്യായം 6 വാക്യം വായിക്കാം. ആവർത്തന പുസ്തകം 7:6. Deuteronomy chapter 7 verse 6. For you are a holy people to the Lord your God. The Lord your God has chosen you to be a people for himself, a special treasure above all people on the face of the earth. നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു. ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമാക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇവിടെ വായിക്കുമ്പോൾ മോശ മുഖാന്തരം പറയുന്നതാണ്, യഹൂദന്മാരെ കുറിച്ച് പറയുന്നത് നിങ്ങളെ സ്വന്തം ജനമാണ്, നിങ്ങളെ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിൽ നിന്ന് വേർതിരിച്ചിട്ടൊരു സ്വന്തം. എന്നാൽ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുമ്പോൾ ആ വിശുദ്ധ ജനമായി വീണ്ടെടുത്തതായ യഹൂദന്മാരെ പോലെ തന്നെ, അല്ലെങ്കിൽ റോമാലേഖനത്തിൽ വായിക്കുമ്പോൾ കാട്ടൊലിവായിരുന്നതായ ജാതികളെ നാട്ടൊലി പോലെ ഒട്ടിച്ച് ചേർത്ത, അങ്ങനെ യഹൂദനും യവനനും ആരും യാതൊരു വ്യത്യാസം കൊണ്ട് എല്ലാവരും ക്രിസ്തുവേശുവിൽ ഒന്നായിട്ട് മർമ്മമായ സഭയെക്കുറിച്ചാണ് 3, 4, 5 അധ്യായങ്ങൾ വായിക്കുന്നത്. അവിടെ പറയുമ്പോൾ ഭാര്യാഭർത്തൃ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞിട്ട് പറയുന്നത്, ഇത് ഞാൻ 5-ാം അധ്യായം 32, ഇത് സഭയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ സഭയുടെ മർമ്മമാകുന്നു പറയുന്നത്. ദൈവസ്നേഹം, കർത്താവ് സഭയെ സ്നേഹിച്ചു, തന്നെ മുഴുവനായിട്ട് കൊടുത്തിട്ട് സ്നേഹിച്ചു. അതിനെക്കുറിച്ച് വായിക്കുന്നു. ഇൻ chapter 4 and 5 we read the principle regarding our present existence. In the Old Testament times, Jewish were considered, the Bible, God revealed or told or promised Jewish people that they are his own people. In Deuteronomy chapter 7 verse 6, you are a holy people, you are separated, you are taken out of this world, you are precious to me, and that is true. But in the New Testament, through Christ Jesus, we see that's been changed. In other words, whether you are Jew or Gentile or whoever you are, if you believe on the Lord Jesus Christ, you are saved, you are a child of God, you are part of the church, the body of Christ. And the body of Christ, there is no difference between a Jew or a Gentile or Greek, or it doesn't matter where you are, on what family you are born, it doesn't matter your color of your skin or the language you speak. Everyone in Christ Jesus is the same as long as you are born again, you are a child of God. So that is the mystery we see in chapter 4 and 5, mystery of the church. Jesus, Paul is saying, I talk about church. When he talks about the relationship of husband and wife, the holiness, the integrity, and the divinity of the relationship, he's saying, I'm talking about the church and Christ. In other words, Jesus died for us. He gave us for, and he completely gave for ours. As he say, he loved the church as himself. That's what we read in chapter 3, 4 and 5. In chapter 6, we read we read about our daily struggle. In other words, after we are saved, we have to live in this wicked world. We see finally be strong in the Lord and in his mighty power. Put on the full armor of God so that you can take your stand against the devil's scheme. In other words, we are living in this wicked world. There is temptations. There is fiery darts coming against us. And the Paul is admonishing through the Holy Spirit or by the Holy Spirit, or the Holy Spirit is admonishing us, put on the armor of God. We all know the armor of the faith, and or the list of the armor in the following words. My subject is not that today, so you can read that in Ephesians chapter 6. Chapter 6 talks about the daily struggle. Even though we are saved, even though we are washed by
by the blood of Jesus Christ. We have a daily struggle. There's an enemy trying to destroy us, but we have weapons to defeat him. We have weapons to overcome him. That is the beauty of the Christian life. 6-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ദൈനംദിനമുള്ളതായ അല്ലെങ്കിൽ ശത്രുവിന് നമുക്കുള്ളതായ ആ പോരാട്ടത്തെക്കുറിച്ച് അവിടെ വായിക്കുന്നു. 1-ാം വാക്യത്തിൽ വായിക്കുന്നത് 1-ാം വാക്യം വായിക്കാം. 6-ന്റെ 10-11. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. Finally, my brethren, be strong in the Lord and the power of his might. Put on the whole armor of God, that you may be able to stand against the wiles of the devil. ഇവിടെ വായിക്കുമ്പോൾ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ച് അതിൻ്റെ തുടർന്നുള്ള വാക്യങ്ങളിൽ എന്തൊക്കെയാണെന്നും വായിക്കുന്നുണ്ട്. വിശ്വാസം എന്ന പരിച, ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാള്, ഇതൊക്കെയും ധരിച്ചുകൊണ്ട് നമുക്ക് പോരാട്ടമുണ്ടെങ്കിലും നമുക്ക് ആ ശത്രുവിനെ ജയിക്കുവാനുള്ളതായ അതിനുള്ളതായ ആയുധങ്ങളും കർത്താവ് നമ്മളെ വെറുതെ കർത്താവ് വിട്ടിട്ടില്ല. ആ ജയിക്കുവാനായി ശത്രുവിൻ്റെ തന്ത്രങ്ങളെ നിങ്ങളെ എതിർത്ത് നിൽക്കുവാനായി റെസിസ്റ്റ് ചെയ്യുവാനുള്ളതായ ആയുധങ്ങൾ തന്നിട്ടുണ്ട്. അത് നമുക്ക് അനുഗ്രഹത്തിന് കാരണമായിരിക്കട്ടെ. ബട്ട് മൈ സബ്ജക്റ്റ് ഈസ് Ephesians chapter 1 verses 3-14. Here we read verse 3, we read, Praise be to God and Father of our Lord Jesus Christ, who has blessed us in the heavenly realms with every spiritual blessing in Christ Jesus. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. There we read about the spiritual blessings. In other words, God has blessed every child of God. If you read the first verse, it says, it is written to the saints, written to those who are redeemed. So then he is saying, God, those who are redeemed, those who are saved, God has blessed every one of them with the heavenly blessings. What are these blessings, and what do they do for us? And how? These blessings are not for a few people. Everyone who believe on the Lord Jesus Christ, every person who is saved or washed by the blood of Jesus Christ, they all have these blessings. And we see that all these blessings are through God, from God through Jesus Christ. When we read about blessings, it means it's a word translated from the Greek language meaning speak well of. God is the one in speaking a good thing about us. And if you look at the opposite of blessing, it is curse. And in Genesis chapter 20, 27 verse 32, I believe, Isaac is blessing Jacob. And then when Esau came, he said, Please, Father, you only have one blessing. And Isaac said, I already blessed Jacob. That blessing stands. In other words, when God blesses you, that stands. In the Old Testament times, when most of the blessings are about the material things, and also there is spiritual thing. But here in Ephesians, we read about the spiritual blessings. And if you really think about it, we can list many from verses 3-14 or to 14. But the blessings that we have in Christ Jesus, they are countless. That's why the songwriter said, Count your blessings, name them one by one, and it will surprise you what the Lord has done. That is so true. That's why the Lord through Moses said, remember what the Lord has done to you. Remember
where you come from. Remember how I brought you out of Egypt. Remember how I carried you in the wilderness. Remember how I provided you with manna and meat and water. Remember that you never lacked anything. Remember. That's why we are also asked to remember what, sometimes we look at things, what's in front of us right now. And we think there is some big mountain, huge mountain. But we look back and see we have already seen a bigger mountain in our life in the past. And God has been good to us, and He helped us to overcome and to go over that mountain. And that's why it's very important to remember. Count your blessing. എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനായി ഇന്നയോളം തൻ എന്നെ കാങ്ങിയ മാമമേ ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ ഉന്നം വെച്ച കണ്ണിൻ മുൻപിൽ പതറാതെ ഉന്നം വെച്ച വൈരിയിൻ കണ്ണിൻ മുൻപിൽ പതറാതെ കൺമണി പോൽ കാക്കും കരങ്ങളാൽ നിന്നെ മൂടി മറച്ചില്ലേ കൺമണി പോൽ കാക്കും കരങ്ങളാൽ നിന്നെ മൂടി മറച്ചില്ലേ എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനായി ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ. ആ പാട്ട് പാടാൻ ഉദ്ദേശിച്ചാലെങ്കിലും പാടുവാനിടയായാലോ കർത്താവിന് സ്തോത്രം. നമ്മൾ അതാണ് മോശ പറയുന്നത്. ഓർക്കുക, എണ്ണി പുറകോട്ട് നോക്കുക, എത്ര ശ്രേഷ്ഠമായിട്ടാണ് നടത്തിയത്. ഇന്ന് നോക്കുമ്പോൾ ഭയങ്കരമായ പർവ്വതത്തിന് മുമ്പിലാണ് നിൽക്കുന്നത് തോന്നും. എങ്ങനെ മുന്നോട്ട് പോകും? ഇസ്രായേൽ ജനം ചെങ്കടലിന് മുമ്പിൽ വന്നപ്പോൾ 2 വശത്തും പർവ്വതവും മുന്നിൽ ചെങ്കടലുമായിരുന്നു, പുറകിൽ മിസ്രൈം ജനം അല്ലെങ്കിൽ മിസ്രൈം സൈന്യം ഉണ്ടായിരുന്നു. എങ്ങോട്ട് പോകും? They were completely cordoned off. But God says, മുന്നോട്ട് പോവുക. അങ്ങനെയെങ്കിൽ ഇന്നും അതുകൊണ്ടാണ് പറയുന്നത്, ഓർക്കുക കഴിഞ്ഞ കാലങ്ങൾ. നമ്മളോട്ട് നോക്കിയാൽ എത്ര ശ്രേഷ്ഠമായിട്ട് നമ്മളെ നടത്തി പരിപാലിച്ചു. ഇന്ന് പകൽക്കാലം ദൈവം നമുക്ക് ചെയ്തതായ നന്മകളെ നമുക്ക് ഓർക്കാം. ഇസ്ഹാക്ക് പറയുന്നത് പോലെ ആ ദൈവം തന്നതായ നന്മകളെല്ലാം ഊവെന്നാണ്, അതുപോലെ നിൽക്കും. 4-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ in verse 4 we read the election of the saints. Let's read verse 4. Just as He chose us in Him before the foundations of the world, that we should be holy and without blame before Him in love. The verse 4, it's talking election as a saints. In other words, we are saints of God. We are elected, are chosen as saints of God. In the chosen as Him before the foundation of the Lord, that we should be holy and without blame before Him in love. God has chosen to make us holy and blameless, and all because of His love. Because of His love towards us. He loved the humanity. That's why we read in John chapter 3 verse 16, for God so loved the world that He gave His only begotten Son, that whosoever believes in Him should not perish but have everlasting life. He loved us and He made us His saints. 4-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവൻ നമ്മളെ അവൻ്റെ സ്വന്തം ജനമാക്കി അവൻ്റെ വിശുദ്ധരാക്കി നമ്മളെ തിരഞ്ഞെടുത്തു
എന്ന് വായിക്കുവാൻ സാധിക്കുന്നു. തൻ്റെ സ്നേഹത്താൽ അവൻ നമ്മളെ തിരഞ്ഞെടുത്തുന്നു. അവൻ്റെ സ്നേഹം ആണ് അവിടെ കാണുവാൻ സാധിക്കുക. നമ്മൾ പുറം ജാതിക്കാരായിരുന്നു, തള്ളപ്പെട്ടവരായിരുന്നു, എങ്കിലും തൻ്റെ സ്നേഹത്താൽ അവൻ നമ്മളെ വിളിച്ച് തൻ്റെ വിശുദ്ധ ജനമാക്കി. Verse 5 we read that our adoption the second blessing is our adoption as children. Verse 5. Having predestined us to adoption as sons by Jesus Christ to himself, according to the good pleasure of his will. So, yeah, Malayalam. തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന്. So here we read, not only God has chosen and made us holy, but He granted us to the state of the status of children, or He adopted us as in John chapter 1 verse 12 we read that anyone who believes He call upon His name, He has given us the privilege to become children of God. As many as received Him, to them gave the power to become the sons of God, even to them that believes on His name. In other words, God has adopted us. We are not aliens anymore. We are not someone who is but we are His children. He has adopted us as sons and daughters. When someone adopts someone, that person has all the privilege of a son born to that family. So here we see that God has, the second blessing is our adoption. രണ്ടാമത്തെ അനുഗ്രഹം 5-ാം വാക്യത്തിൽ വായിക്കുന്നത്, അവൻ നമ്മളെ ദത്തെടുത്തു, ക്രിസ്തുവേശുവിൽ ദത്തെടുത്തു. യോഹന്നാൻ സുവിശേഷം 1-ാം 12-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവനെ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അങ്ങനെ നമ്മളെ ദൈവമക്കളാക്കി തീർത്തു. അത് നമ്മൾ ദൈവ കൃപയിൽ സുവിശേഷത്തിൽ വിശ്വസിച്ച് കർത്താവിനെ അംഗീകരിച്ച ആ മാത്രയിൽ നമ്മൾ കർത്താവിൻ്റെ മക്കളായി തീർന്നു. നമ്മൾ പുറത്തുള്ള ഒരു വ്യക്തിയെ ദത്തെടുത്താൽ ആ വ്യക്തിക്ക് ആ കുടുംബത്തിലുള്ളതായ സകല അനുഗ്രഹങ്ങൾ, സകല പ്രിവിലേജുകൾ കൂടെ ആ ദത്തെടുക്കുന്നത്. അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി തീർന്നിരിക്കുകയാണ്. മൂന്നാമത്തെ, the third blessing we read that he was accepted in the beloved. Verse 6, we accepted in the beloved. To the praise of the glory of his grace, by which he made us accepted in the beloved. Yeah. അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുന്നയിമിക്കുകയും ചെയ്തുവല്ലോ. Here we read he accepted in the beloved. In other words, God has his because of his grace he called us beloved. നമ്മളെ സ്നേഹനിധിയായ കർത്താവ് തൻ്റെ സ്വന്തമാക്കി തീർന്ന കൃപാനിധി പ്രകാരം സ്വന്തമാക്കി തീർന്നു. നമ്മളെ അവൻ്റെ സ്വന്തമാക്കി തീർത്തു. നന്ദിയോടെ സ്തോത്രം. 4-ാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് 7-ാം വാക്യം, redemption through his blood. In him we have redemption through his blood, the forgiveness of sins according to the riches of his grace. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. Here we read redemption speaks of buying one's freedom, paying a ransom, the price for one's sins, the payment to buy us out as from eternal condemnation was fully paid by the blood of Jesus Christ. That is the fundamental the doctrine of Christianity. In other words, Jesus died on the cross. He paid for the price for our redemptions. In Psalms 49 we read we cannot, or a person cannot redeem his brother, but in the next few verses later it says God can redeem a person. Here we read God, the Son of God, the Son of God, God himself came down from heaven. He died on the cross. He shed his blood, and by his blood and through his blood we are redeemed. In other words, when Jesus said on the hanging on the cross, he said, it is finished. In other words, tetelestai means everything that need to be done for the redemption of mankind has been done by the blood. So here we read, he paid by the blood of Jesus Christ. In Christ, we are no longer slaves to sin,
but we became slaves to God. Since we are bought and paid by His blood, we can have an obligation to glorify God in our body and spirit. As we read in 1 Corinthians chapter 6, verse 20. So we are saved, we are bought by a price, we are redeemed, and because we are redeemed, we have an obligation to glorify Him. In 1 Corinthians chapter 6, verse 20, we read, therefore, For you were bought at a price, therefore glorify God in your body and in your you spirit. are bought with a price, therefore glorify God with your body. ഏഴാം വാക്യത്തിൽ വായിക്കുന്നത്, നമ്മളെ വീണ്ടെടുത്തത് തൻ്റെ പുത്രൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങി. നമ്മളെ വിലയ്ക്ക് വാങ്ങാൻ ആർക്കും കഴിയില്ലായിരുന്നു. 49 സങ്കീർത്തനത്തിൽ പറയുമ്പോൾ സഹോദരനെ വീണ്ടെടുപ്പാൻ നമുക്ക് കഴിയുകയില്ല. എന്നാൽ അടുത്ത വാക്യത്തിൽ ചില വാക്യങ്ങൾക്ക് ശേഷം പറയുന്നു, ദൈവം തന്നെ നമ്മളെ വീണ്ടെടുക്കുമെന്ന് തൻ്റെ ഏകജാതനായ പുത്രനെ അയച്ച് ദൈവം തന്നെ, പുത്രൻ തമ്പുരാൻ തന്നെ കടന്നു വന്നിട്ട് തൻ്റെ രക്തം ചൊരിഞ്ഞ് അവൻ നമ്മളെ വിലയ്ക്ക് വാങ്ങി, നമ്മളെ വീണ്ടെടുത്തു. അത് കാൽവറി ക്രൂശിൽ സകലവും നിവൃത്തിയായെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പാപത്തിന്, നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ വില കൊടുക്കുകയാണ്. ഇനി യാതൊന്നും ആരും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നു. 1 കൊരിന്ത്യർ 6-ാം വാക്യത്തിൽ വായിക്കുന്നു, ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവേൻ. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയത് കൊണ്ട്, നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ നമ്മളെ വിലയ്ക്ക് വാങ്ങിയതാണ്. വലിയൊരു വില കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതാണ്. അതുകൊണ്ട് ദൈവത്തെ verse 7 also talks about the forgiveness of sins. There we read, He forgive us. That is the other side of the coin. The first side is the redemption. The other side is clearly related to redemption, but it looks at the other side of the coin. In paying the ransom for our sins, the debt of sin was cancelled. So if you have two sides of the coin, one side is the redemption, the other side is the forgiveness, and both of them are the same. But we see by paying the ransom for our sins are forgiven. No more. We don't need to worry about anything. When the moment we came into the presence of God, came to God, and God, I accept you. I believe that you died on the cross, my sins, and you are the only one who can save me. As we read in Acts chapter 4, verse 12, that there is no other name given among men under heaven that we must be saved, except the name of the Lord Jesus. I believe that, Lord. At the moment we believe that, our sins, He accepted, He paid, our sins are forgiven. And from that time on, we don't need to worry about any sins that we have done up until that time. We don't go back. Even if Satan comes and reminds us about our sins in the past, don't worry about it, because our sins are forgiven. The Bible says our sins are hidden in the depth of the sea, and it will never come back up again. So again, redemption through the blood of Jesus, forgiveness. These are the blessings. അഞ്ചാമത്തെ blessing, അനുഗ്രഹം നമ്മുടെ പാപത്തിൻ്റെ ക്ഷമയാണ്. ഒരു നാണയത്തിന് 2 സൈഡ് ഉള്ളതുപോലെ ഒരു സൈഡിൽ നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ വില കൊടുത്ത് നമ്മളെ വീണ്ടെടുത്തത് കാണുമ്പോൾ, ആ വീണ്ടെടുത്തത് മുഖാന്തരം അടുത്ത സൈഡിൽ കാണുന്നത് നമ്മുടെ പാപക്ഷമയാണ്. നമ്മൾ കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചതായ ആ നിമിഷത്തിൽ, കർത്താവിൻ്റെ രക്ഷണ പ്രവൃത്തി വിശ്വസിച്ചതായ ആ നിമിഷത്തിൽ നമ്മുടെ പാപം അവന് ക്ഷമിച്ചു തന്നു. നമ്മുടെ പാപം സമുദ്രത്തിൻ്റെ അടിയിൽ ഏറ്റവും അഗാധത്തിൽ ആയിരിക്കുകയാണത്, പിന്നെ പുറത്ത് വരികയില്ല ഒരിക്കലും. ശത്രുവായൻ വന്നിട്ട് പണ്ടത്തെ പാപങ്ങളെക്കുറിച്ച് വെച്ചാൽ ശത്രുവിനെ എതിർത്ത് നിന്നിട്ട് എൻ്റെ പാപം സകലം എൻ്റെ കർത്താവും ക്ഷമിച്ചുവെന്ന് വിശ്വസിക്കുവാൻ നമുക്കിടയാണ്. അടുത്തതായിട്ട് 6ാമത്തെ ബ്ലെസ്സിങ് 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. Which He made to abound toward us in all wisdom and prudence, having made known to us the mystery of His will according to His good pleasure, which He purposed in Himself, that in the dispensation of the fullness of the times He might gather together in one all things in Christ, both which are in heaven and which are on earth in Him. അതവൻ നമുക്ക് താൻ ധാരാളമായി കാണിച്ച കൃപാധനപ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. അവനിൽ താൻ മുൻനിർണയിച്ച തൻ്റെ പ്രസാദത്തിന് തക്കവണ്ണം തൻ്റെ ഹിതത്തിൻ്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു.
അത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ. Here we read verse 8 through 10 that another blessing, the six blessings in the first chapter of Ephesians is knowing the mystery of His will. In other words, what God has done. God has given us a wisdom and insight through His word that has shown on His has shown us His desire to bring all things together to glorify Christ, since all creation was made by Him and is for His good pleasure. In Revelation chapter 4 verse 11 we read everything is created by Him. Let's read Revelation chapter 4 verse 11. You are worthy, O Lord, to receive glory and honor and power, for you created all things, and by your will they exist and were created. So again, you created everything by your will. Everything exists. That's what we read, and we are through Paul, through the Holy Spirit. The Holy Spirit is revealing to us the mystery of His will, that since all the creation was made by Him and for His good pleasure. The consummation of His plan is when everyone is brought in line to glorify Him. In other words, we are to glorify. ഇവിടെ വായിക്കുമ്പോൾ അവൻ്റെ ഹിതത്തിൻ്റെ മർമ്മം മനസ്സിലാക്കുവാൻ നമുക്കിവിടെ ആയിരിക്കുന്നു. ഇവിടെ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 11-ാം വാക്യത്തിൽ വായിക്കുന്നത്, കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞും കൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുൻപിൽ ഇടും. ഇവിടെ വായിക്കുമ്പോൾ ഇവിടെ വെളിപ്പാട് പുസ്തകത്തിൽ അവിടെ മൂപ്പന്മാർ തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിലോട്ട് സകലതും കർത്താവ് സൃഷ്ടിച്ചു. സകലത്തിനും, സകല നന്മകൾക്കും, സകല അനുഗ്രഹങ്ങൾക്കും, സകല സ്തോത്രത്തിനും, സകല പുകഴ്ചയ്ക്കും യോഗ്യനാണ്. നമ്മളെ ദൈവം അതിനുവേണ്ടിയാണ് അവനെ ആരാധിക്കുവാൻ, അവന് മഹത്വം കരയേറ്റുവാനായിട്ട്, അവൻ്റെ ഹിതം അറിയിക്കുവാനായിട്ട് അവൻ അറിയിക്കുന്നതായ അനുഗ്രഹം നമുക്ക് തന്നിരിക്കുന്നു. നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ മഹത്വങ്ങൾ. ലെറ്റ്സ് ലുക്ക് അറ്റ് the seventh blessing. It's found in verse 11. In Him also we have obtained an inheritance, being predestined according to the purpose of Him who works all things according to the counsel of His will. അവനിൽ നാം അവകാശവും പ്രാപിച്ചു തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവൻ്റെ നിർണയപ്രകാരം മുൻ നിയമിക്കപ്പെട്ടത് മുമ്പിൽ കൂട്ടി ക്രിസ്തുവിൽ ആശ വച്ചവരായ ഞങ്ങൾ അവൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കാകേണ്ടതിന് തന്നെ. Okay, here we read the inheritance that was given to us through Christ Jesus. What is included in this inheritance? In 1 Corinthians chapter 2 verse 9 we read, for as it is written, eye has not seen, nor ear heard, neither have entered into the hearts of men that things which God has prepared for them that love Him. That is inheritance. God has prepared great things for each and every one of us. The riches of glory, the presence of God, the eternal home. These do not even scratch the surface of all the blessing that belong to our inheritance. If you really think about what God has bestowed for us and keeping for us, it's mind-boggling. ഇവിടെ വായിക്കുമ്പോൾ 11-ാം വാക്യത്തിൽ വായിക്കുന്നത് നമ്മുടെ അവകാശത്തെക്കുറിച്ച് അവിടെ വായിക്കുന്നു. എന്താണ് നമ്മുടെ അവകാശം? 1 കൊരിന്ത്യർ 2:9 നിങ്ങൾ വായിക്കുന്നു. 1 കൊരിന്ത്യർ 2:9. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിച്ചിട്ടുമില്ല. ഇതാണ്, ഈ അനുഗ്രഹമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ ആ ഇറ്റേണൽ ഗ്ലോറി, നിത്യമായ തേജസ്, ആ ദൈവത്തിൻ്റെ സാന്നിധ്യം. തിങ്ക് അബൌട്ട് ഇറ്റ്. നമ്മൾ ചിന്തിക്കുക, നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പോകാൻ പോവുകയാണ്. സർവവല്ലഭനായ, അത്യുന്നതനായ, സർവശക്തനായ, സർവവല്ലഭനായ, സർവജ്ഞനായ, നമ്മളെ സൃഷ്ടിച്ചവനായ, നമ്മളെ വീണ്ടെടുത്തവനായ, നമ്മളുടെ
പിതാവിൻ്റെ സന്നിധിയിൽ നമ്മൾ പോവുകയാണ്. അവൻ്റെ ആ നിത്യ വീടിലേക്ക് നമ്മൾ പോവുകയാണ്. ഇതൊക്കെയും നമ്മൾ ഓർക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന അവകാശം എത്ര അധികമാണ് നമുക്ക് മനസ്സിലാക്കുക. 8ാമത്തെ അനുഗ്രഹം നോക്കുമ്പോൾ 8ാമത്തെ അനുഗ്രഹം 13 വായിക്കുമ്പോൾ, അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തൻ്റെ In him you also trusted after you heard in him, whom also having believed you were sealed with the Holy Spirit of promise. I mean, we need 13 14 കൂടെ വായിക്കണം. അത് പുതുതായിട്ട് വായിക്കണം. Let's look at verse 13 and 14. It says the sealing of us by the Holy Spirit. In other words, when we are saved, the moment we are saved, God has sealed us with His Holy Spirit. What does that seal mean? Seal means ownership. In other words, when somebody look at that seal, that says that person belonged to God. In other words, when I am saved, when I committed my life to the Lord, when I am redeemed, when my sins are forgiven, when I became a child of God, there is a seal, the Holy Spirit, the seal of the Holy Spirit on me. That means I belong to God. That's what we, that speaks of the the down payment of our full redemption to hold us until the day Christ bring us to Him. ഒന്നുകൂടെ 13 ഒന്നിച്ച് വായിക്കാം. അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. അവകാശത്തിൻ്റെ അച്ചാരമായ ഡൗൺ പേയ്മെൻറ്റ്, അച്ചാരമായ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. അതുവഴി മുദ്രയുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മൾ ആരുടേതാണ്? നമ്മൾ കർത്താവിൻ്റെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചപ്പോൾ, അവൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടപ്പോൾ, അവൻ നമ്മുടെ പാപം കഴുകിയപ്പോൾ, അവൻ നമ്മളെ തൻ്റെ മകനാക്കി തീർന്നപ്പോൾ നമ്മുടെ മേലെ പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയിട്ടിട്ട് ആ മുദ്ര പറയുന്നത് ഞാനും നിങ്ങളും കർത്താവിൻ്റെ സ്വന്തമാണ്. അവൻ്റെ വാഗ്ദത്തത്തിൻ്റെ അവകാശമായ അച്ചാരമായ അവകാശത്താൽ മുദ്രയിട്ടിരിക്കുന്നു. ഇങ്ങനെ നമ്മൾ മുമ്പേ പാടിയതുപോലെ ഈ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ മുന്നോട്ട് പോയാൽ അനേകം പറയാനുണ്ട്. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 9-ാം വാക്യത്തിൽ വായിക്കുന്നത് നമ്മൾ കർത്താവിൻ്റെ കൂട്ടുവേലക്കാരാണെന്ന് പറയുന്നു. 2 കൊരിന്ത്യർ 5:20 വായിക്കുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ സ്ഥാനാധിപതികളാണ് കാണുന്നു. 2 കൊരിന്ത്യർ 11:2 വായിക്കുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ മണവാട്ടിയാണെന്ന് കാണുന്നു. ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ നമ്മൾക്ക് സകല ബുദ്ധിയെയും കഴിയുന്ന ദിവ്യ സമാധാനം, ഇതിങ്ങനെയുള്ളതായ അനേക തരമായ അനുഗ്രഹങ്ങളാണ് നമ്മളെ കർത്താവ് നമ്മളെ വിളിച്ചത്. വെറുതെ വിളിച്ചതല്ല, വലിയൊരു സ്വത്ത് തന്നിട്ടാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. ഈ വലിയ അനുഗ്രഹത്തിൻ്റെ ഉടമസ്ഥരാണ് നമ്മൾ. റീഡ് if you count our blessings, as we sang the song before, there are so many blessings. In 1 Corinthians chapter 3 verse 9 we read we are laborers together with God. 2 Corinthians chapter 5 verse 20 we read we are ambassadors bringing a message of reconciliation to a foreign land. In 2 Corinthians chapter 11 verse 2 we read we are the bride of Christ. In Philippians chapter 4 verse 7 we read we have available to us the peace that passeth all understanding. So if you think about, when you read from Genesis to Revelation, we will be amazed, we will be surprised what the Lord has done. If you count our blessings, we just looked at 8 or 10 or 11 or 12 blessings, but there are so many blessings. That's why when we look at Romans chapter 8 verse 32, we read, what does it say? Romans chapter 8, our key our text. He who did not spare his own son, but delivered him up for us all, how shall he not with him also freely give us all things? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? That is
that says it all. In other words, you can count all the blessings, but the one who gave his only begotten Son for our salvation, for our redemption, for our sustenance, for our blessings, and with him would he not, it says, how shall he not with him also freely give us all things? In other words, God will give more blessings and let us trust in. ഇവിടെ വായിക്കുമ്പോൾ സ്വന്തം പുത്രനെ ആദരിയാതെ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവന് അവനോടുകൂടെ സകലം ചെയ്യാം. നമ്മൾക്ക് when we look at this thing, the question is asked, how do we access all these blessings? These blessings are not available for everybody on the 7 billion plus people on the face of the earth. Only these blessings are only available to those who are redeemed by his blood. കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വിലയ്ക്ക് വാങ്ങപ്പെട്ട ദൈവ മക്കൾക്കുള്ളതാണ് അനുഭവം. So how can you get that? If you are not a child of God, confess your sins. Acts 17 verse 30 says, Acts 17 verse 30. Truly these times of ignorance God overlooked, but now commands all men everywhere to repent. So here we read Paul is telling or preaching there, God requires all men to repent. In Proverbs chapter 28 verse 13 we read 28. Proverbs 28 verse 13. He who covers his sin will not prosper, but whoever confesses and forsakes them will have mercy. He who covers the sin will not prosper, but whoever confesses and forsakes him will prosper, will be blessed. That's what we need to do. And then Romans chapter 10 verse 9 says, if you confess your sin, and let's say that Romans chapter 10 verse 9. That if you confess with your mouth the Lord Jesus and believe in your If heart, you confess your mouth that Lord Jesus and believe in your mouth that he raised him from the dead, you shall be saved. That's the only thing. That's all you need to do. Believe that Jesus Christ died, came to this world, born of the Virgin Mary, lived in this world, but then he was crucified, not because he could not get out of it, but he gave himself. He came with that purpose. That was his mission. That was the purpose. Jesus came to die, and he died on the cross, and he shed the very last drop of his blood. Why? To redeem, to pay the price for our redemption. Because no one else could pay the price for our redemption, to forgive our sins. And if you and I accept that supreme sacrifice, the only sacrifice, the only way to get to heaven, then you will be saved, and all these blessings that is promised are for us. In 1 Corinthians chapter 15 verse 3, we read 1 Corinthians chapter 15 verse For Jesus. I delivered to you first of all that which I also... No, 1 Corinthians chapter 15 verse 3 and 4. Yeah. For I delivered to you first of all that which I also received, that Christ died for our Christ sins, died for our sins according to the scriptures, according to the scripture, that he was buried, and he was buried that he rose again and rose again. the third day according to the scriptures. You see, that is the foundation. God, Jesus Christ died for our sins, and today he lives. He rose again and lives again, and today he is interceding for you and me. The only thing you need to do to receive the blessings that is promised in the Bible is to believe on the Lord Jesus Christ. Believe on the Lord Jesus Christ. Confess your sins, and then you shall be saved. കർത്താവ് എങ്ങനെയാണ് ഈ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത്? ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതമായിട്ട് സ്വീകരിക്കുക. അപ്പോസ്തല പ്രവൃത്തി 17:30 വായിക്കുന്നു, എല്ലാവരും മാനസാന്തരപ്പെടുവാനായിട്ട് പൗലോസ് പ്രസംഗിച്ചതാണ്. സദൃശവാക്യം 22:13 വായിക്കുന്നു, തൻ്റെ അകൃത്യങ്ങളെ മറച്ചു വയ്ക്കുന്നവൻ ആര്? ശുഭം വരികയില്ല,
അവൻ വരുന്നതിനോ കരുണ ലഭിക്കും. റോമാലേഖനം 10-9 വാക്യത്തിൽ വായിക്കുന്നു, യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയും, ദൈവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. വളരെ സിമ്പിളാണ്. ഒരേ ഒരു കാര്യം 1 കൊരിന്ത്യർ 15:3-4 വായിക്കുമ്പോൾ യേശു ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു, അവന് തിരുവെഴുത്ത് പ്രകാരം മരിച്ചു, അവൻ തിരുവെഴുത്ത് പ്രകാരം അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഇന്ന് സ്വർഗത്തിൽ ജീവിക്കുന്നു. ഇത് വിശ്വസിച്ചാൽ, അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് സകല നന്മകൾ കൊണ്ട്, ലോകത്ത് 7 ബില്യൺ ആൾക്കാരുണ്ട്, അവർക്കെല്ലാവർക്കും ഈ നന്മകൾ ലഭിക്കില്ല. എന്നാൽ ചുരുക്കം ചിലർ, വിളിക്കപ്പെട്ടവർ, ആ കർത്താവിൻ്റെ വിശുദ്ധന്മാരായിട്ട് എണ്ണിയവർ, കർത്താവ് ദത്തെടുത്തവർ, കർത്താവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങുവർ, അവർക്ക് മാത്രം ഉള്ളതാണ് ഈ അനുഗ്രഹങ്ങൾ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തുയേശുവിനെ അനുഗ്രഹിക്കുന്നു. ഇവിടെ റോമാലേഖനം 8-32 വാക്യത്തിൽ വായിക്കുന്നത്, താൻ സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക അവനോടുകൂടെ സകലം. ഇന്ന് നമ്മൾ കാണുന്നതായ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ കടന്നു വന്നാലും നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി സകലം തരും. കർത്താവിൽ വിശ്വസിച്ചാൽ മാത്രം മതി. സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തവന് അവനോടുകൂടെ സകലം തരാതിരിക്കുമോ? നമുക്ക് ആ ദൈവത്തിൽ ആശ്രയിക്കാം, ആ ദൈവകൃപയിൽ ആശ്രയിക്കാം. ദൈവമായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപ നമ്മളോട് എല്ലാവരോടും കൂടെ ആയിരിക്കട്ടെ. കർത്താവിൽ വിശ്വസിക്കുക, അവൻ ഈ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കും, യാതൊരു സംശയമില്ല. ദൈവമായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശുപരായി? ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ? നന്ദി കൊണ്ടെൻ്റെയുള്ളം നമ്മെ നീറേയും സന്നാഹമോടെ സ്തുതി പാടിടുന്നേ ദേവാസന്നാഹമോടെ സ്തുതി പാടിടുന്നേ. പാപത്തിൽ നിന്നു എന്നെ കോരിയെടുപ്പാനായി ശാപ ശിക്ഷകളേറ്റാതെ വാൽമേജ മഹാശാപ ശിക്ഷകളേറ്റാതെ വാൽമേജ എന്നെ അൻപോടു ദിനം തോറും നടത്തുന്ന പൊന്നീടയനന്തം വന്ദനമേ. എൻ്റെ പൊന്നീടയനന്തം വന്ദനമേ. അന്ത്യം വരെയുമെന്നെ കാവൽ ചെയ്തിടുവാനന്തികെയുള്ള മഹൽ ശക്തി നീയേ നാഥ. അന്തികെയുള്ള മഹൽ ശക്തി നീയേ ദാതൻ സന്നിധിയിലൻ പേർക്കു സദാ പക്ഷവാദം ചെയ്യുന്ന മമ ജീവനാഥ. പക്ഷവാദം ചെയ്യുന്ന മമ ജീവനാഥ. കൂടാതെ എന്നെ തേജസ്സിൻ മുൻപാകെ മുറ്റും നിറുത്താൻ കഴിവുള്ളവനെ എന്നെ ഊറ്റും നിറുത്താൻ കഴിവുള്ളവനെ. കൺമാണി പോലെ എന്നെ കാവൽ ചെയ്യാമെന്നുള്ളുത്ത വാക്കുതൻ
നാമത്തിലടിയാൻ ജീവിക്കും നാളെന്നും വന്ദേനം ചെയ്യും തിരുനാമത്തിനു ദേവ വന്ദേനം ചെയ്യും തിരുനാമത്തിനു എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്ക് ശുഭരായി ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്ക് ശുഭരാ. നമ്മുടെ കർത്താവ് നമുക്ക് ചെയ്ത നന്മകളെ ഓർത്താല് എത്രമാത്രം പാടിയാലും സ്തുതിച്ചാലും അതിൽ കൺമണി പോലെ കാക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവ്, ചിറകനുകൾ മറയ്ക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവ് ഇതുവരെയും നടത്തി. Lord has blessed us, promised us all the blessing in the heavenly places. He promised that he will keep us as the apple of his eye and hide us under the shadow of his wing, and he will continue to do so. Master, we thank you for this beautiful resurrection day. Thank you for allowing us to come to your presence and worship you in truth and spirit. Lord, we belong to you. You have sealed us with your spirit as a down payment for our redemptions. You redeemed us. You forgave our sins. You made us your saints. You adopted us as your sons and daughters. We thank you, Master, for this beautiful day, to allowing us to once again remember what you had done to us, what you had done in the past, and continue to dwell on your promise and hold on to your promise, O Lord. So bless your children today, wherever people are. Bless every one of them, Lord. If anyone who listened to this message, this word, have not accepted Jesus as their own personal Savior, help them to come to you, Lord. Help them to understand why you came to this world, why he died on the cross, why God the Son came and gave himself for the redemption of the mankind, humanity. Help people to understand that. Help people to come to you, Lord, and accept you as their personal Savior and confess their sins and become your children, O Lord, and receive all these blessings, all these heavenly blessings promised to your children, the sons and daughters whom you have adopted, O Lord. So, Master, we bless your holy name. We pray that you watch over everyone during the next week, O Lord. Give them wisdom and grace and favor. Lord, help us to be strong in the Lord. Help us to be strong in the Lord in the days to come, regardless of what we see around us. Help us to be strong and of good courage, O Lord. Bless your holy name. Bless everyone, O Lord. Thank you. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവെ അങ്ങയുടെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് എല്ലാ സ്വർഗീയ ആത്മീയ അനുഗ്രഹവും പ്രാപിക്കുവാനുള്ളതായ ഭാഗ്യ പദവി, ആ പദവി അതിന് ഞങ്ങളെ യോഗ്യരാക്കി എണിയ ദൈവ സ്നേഹത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കർത്താവെ ദൈവവചനം കേട്ടവർ ആരെങ്കിലും ഈ ദൈവകൃപയിലേക്ക് കടന്നു വരാതെ, ഈ വലിയ അനുഗ്രഹത്തിന് പങ്കാളികളാകാതെ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അവർ കർത്താവെ ഈ ദൈവസ്നേഹത്തിൽ കടന്നു വരുവാനും തങ്ങളുടെ പാപത്തിന് വേണ്ടി, തങ്ങളുടെ കർത്താവെ വീണ്ടെടുപ്പിന് വേണ്ടി ക്രൂശന്മേൽ മരിച്ച് രക്തം ചൊരിഞ്ഞത് ആ യേശു ക്രിസ്തുവിൻ്റെ ആ രക്ഷണ്യ പ്രവൃത്തിയെ വിശ്വസിച്ചുകൊണ്ട് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവകൃപയിൽ ദൈവസന്നിധിയിൽ കടന്നു വന്ന് തങ്ങളുടെ കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച് ഈ സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ തക്കണം അവരെ യോഗ്യരാക്കണമേ, അവരെ അനുവദിക്കണമേ, അവരെ അതിൻ്റെ അങ്ങിലേക്ക് നടത്തണമേ എന്ന് പരിശുദ്ധാത്മാവേ അവിടുന്ന് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആരും നഷ്ടപ്പെടാനിടയാകല്ലേ. സ്വന്തം പുത്രനെ ആദരിയാതെ ഞങ്ങൾക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത് അവനോടുകൂടെ സകലം തരാതിരിക്കും. ഇന്ന് ഞങ്ങൾ തിരുസന്നിധിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി എല്ലാ നന്മകളും, സകല നന്മകളും കർത്താവ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അതിനായിട്ട് സ്തോത്രം. അടുത്ത ഒരാഴ്ച തൊട്ട് കാലം ദാനമായിട്ട് തന്നാൽ താവ് നല്ല ധൈര്യത്തോടെ, ഉറപ്പോടെ, ഭയമില്ലാതെ, ദിവ്യ സമാധാനത്തോടെ
ദൈവകൃപയിൽ ആശ്രയിച്ച് കർത്താവ് ഞങ്ങളെ നടത്തും, കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ കാക്കും, ചിറകിൻ്റെ മറവിൽ മറയ്ക്കുമെന്ന് ഉറച്ചുകൊണ്ട് ദൈവകൃപയിൽ ആശ്രയിച്ച് അടുത്ത ഒരാഴ്ചയുടെ കാലം ജയോത്സവമായൊരു ജീവിതം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ആരെങ്കിലും ശാരീരികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് രോഗസൗഖ്യം തരണം. മറ്റു പ്രയാസങ്ങൾ ആരെങ്കിലും ഭാരപ്പെടുന്നുവെങ്കിൽ അങ്ങയുടെ ദിവ്യ സമാധാനം അയച്ച് സമാധാനത്തിന് ദൈവം തന്നെ അവരെ അനുഗ്രഹിക്കുകയും അവരെ നടത്തുകയും സൂക്ഷിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. കർത്താവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ സഭയെ അനുഗ്രഹിക്കുന്നു. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ പ്രകാശനോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിന്നെ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. ആ കർത്താവേ, ഇസ്രായേൽ മക്കൾക്ക് മോശ മുഖാന്തരം കൊടുത്ത ആ വാഗ്ദത്തം, ആ അനുഗ്രഹം ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ കടന്നു പോകുന്നു. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലത്ത് ഭാഗത്തിനൊക്കെ തണല്. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ നിന്നെ പരിപാലിക്കും. യഹോവ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നുപോലെന്നേക്കും പരിപാലിക്കും. വാഗ്ദത്ത വചനപ്രകാരം കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഇതുവരെയും ഒരു ദോഷം തട്ടാതെ സൂക്ഷിച്ച കർത്താവ് ഇനിയും സൂക്ഷിക്കുന്നത് ഉറച്ചുകൊണ്ട് കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെട്ട് കടന്നു പോകുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു മശിഹായുടെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ കൂട്ടായ്മയും ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഭൂലോകമുള്ള സകല വിശുദ്ധന്മാരോടും പ്രത്യേകിച്ച് കർത്താവ് സ്നേഹിക്കുന്ന കർത്താവിൻ്റെ സഭയോടും ഇന്നു മുതൽ എന്നേക്കും കർത്താവിൻ്റെ വീണ്ടും വരവിനുണ്ടായിരിക്കുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം അനുഗ്രഹിച്ച കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവേ വരണമേ. കർത്താവിൻ്റെ കൃപയുണ്ടായിരിക്കട്ടെ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ.